പിന്നെ അതേപോലെ തന്നെ കപ്പലണ്ടി നമ്മുടെ വീട് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ മണ്ണൊരുക്കണ കാര്യമായിട്ട് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം നമ്മുടെ കയ്പ്പിക്ക ആള് ഇരട്ടയാണ് കൊണ്ടുവച്ചിട്ടേ അത് വന്നെടുക്കാട്ടെ. ഞാൻ വരുമ്പോ എടുക്കാൻ വേണമെങ്കിൽ. അപ്പം ഇനി നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അയ്യോട്ടാ. അങ്ങനെ നമ്മുടെ കാലത്തെ നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തെങ്ങിൻ്റെ കടക്കിലേക്ക് അത് ഇടയിൽ വന്ന് മാറ്റി ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചക്ക ഉണ്ടാവും. അപ്പോൾ ഷായേട്ടനാണെങ്കിൽ അവിടുത്തെ പറമ്പ് നനയ്ക്കാൻ പോയിട്ട് ഇപ്പോൾ ഷായേട്ടൻ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ചക്കിടും വേണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു ബ്രോക്കോളി പൊട്ടിക്കാനുണ്ട്, അതും കൂടി പൊട്ടിക്കണം. ബ്രോക്കോളി പൊട്ടിച്ചിട്ട് ഷായേട്ടൻ്റെ അടുത്തേക്ക് പോകാം. ചക്കേൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷായേട്ടൻ അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കി നമ്മുടെ ബ്രോക്കോളി ഉണ്ടായി കഴിഞ്ഞിട്ട് എന്നിട്ട് അടുത്തൊരു തണ്ടുമെന്ന് പൊടിച്ച് വന്നിട്ട് ഇതാണ്ട് കിട്ടിയിട്ട് നമുക്ക് ഒരു മുട്ടയ്ക്ക് ഇട്ടിട്ട് നല്ലൊരു കറി വയ്ക്കാന്ന് വെച്ചു. അപ്പം ഇതെന്താകുമ്പോൾ ഈ ഇല അടക്ക നമുക്ക് വെക്കാം. ഇനി നമ്മുടെ വിയറ്റ്നാമിലെ ആ കാര്യം മറന്നു. വിയറ്റ്നാമിൽ പറഞ്ഞാൽ പഴുത്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി പൊട്ടിച്ചെടുത്തിട്ട് ചക്കിടാൻ പോവാം. അപ്പോൾ നമ്മുടെ ഈ വിയറ്റ്നാമിൽ ചക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നോക്കിയേ, ആള് ഇരട്ടയാണ്. അപ്പോൾ പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മുറിച്ചെടുക്കാം. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിയറ്റ്നാമിൽ നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ വലിയ പ്ലാമത്ത് നമ്മൾ ചക്ക ഇട്ടില്ലേ, ആ ചക്ക പൊടിയണേക്കാൾ മുന്നേ ഇതുമ്പോൾ ഉണ്ടായി. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എത്രയോ മാസങ്ങൾ മുന്നേ തന്നെ വിയറ്റ്നാമിലെയും ഇടിയൻ ചക്കയായിട്ട് ഉപ്പേരിയായിട്ടൊക്കെ നമ്മൾ വെച്ചിരുന്നു. ഇനിയിപ്പോൾ ഈ 2 ചക്കയും കൂടി ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്നിട്ടെന്നറിയോ, ഞാൻ പറഞ്ഞല്ലോ വിയറ്റ്നാമിൽ നമുക്ക് വർഷത്തിൽ 3 പ്രാവശ്യം കായ്ക്കും. ഇനി നമ്മുടെ ആ വലിയ പ്ലാമത്തെ ചക്ക ഉണ്ടായി കഴിയുന്നോടുകൂടി, കാരണം നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഇട്ട് പഴുത്ത് തിന്ന് കഴിയുന്നോടുകൂടി ഇതുമേ വീട് ചക്കപ്പൊടിയും. അങ്ങനെയാണ് നിൽക്കാണ്ട് നമുക്ക് ചക്ക ഉണ്ടായിക്കൊണ്ടേയിരിക്കും വിയറ്റ്നാമിൽ വന്നേ. പിന്നെ ഈ നമ്മുടെ നാടൻ പ്ലാവ് ഇതും കൂടി ഉണ്ടായാൽ നമുക്ക് ചക്ക ഒരു ദിവസം പോലും ഇല്ലാത്ത ദിവസം ഉണ്ടാവില്ല. അതേപോലെയാണ് കേട്ടോ. അപ്പോൾ ഇത് മുറിച്ചെടുക്കട്ടെ. എന്ത് രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ വലിയ ചക്കിടാം. ആ ഒരു ചക്കിട്ടാ മതി ഷൈട്ടാ, ഒറ്റയ്ക്ക് നിൽക്കണതില്ലേ. രണ്ടെണ്ണത്തിന്റെ തൊട്ട് താഴെയുള്ളത് നോക്കട്ടെ, എത്തില്ലേ? എത്തില്ലേ? എത്തും. പക്ഷെ അത് ആ കുളത്ത് ശരിയല്ല. ചക്ക കോരാൻ സാധ്യതയില്ല പോലെ തോന്നുന്നു. വലിച്ചോയ്ക്ക് ഷൈട്ടെ. അയ്യോ ഇല്ല, അരിവാളേ ഇത്തിരി കൂടി തിരിയണം തോന്നുന്നുണ്ട് ഷൈട്ടാ. അതല്ല ശരിക്കാ തടീര തൊട്ടാണ് നിൽക്കണത്. കയ്യിലിട്ട് തിരിച്ചു നോക്കിയ അരിവാളിനെ. ഇപ്പൊ നോക്കി നോക്കിയാ, ഇനി നോക്കി നോക്കിയാ. പോന്നു. ഓക്കേ, ഒന്നും പറ്റിയില്ല. നല്ല ചക്ക. ഫസ്റ്റത്തെ ഒരു കോറലാണ് ഏറ്റത്. ചക്കയായി, ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഉപ്പിരി വയ്ക്കാനായ കാരണേ ആ മുറിഞ്ഞ ഭാഗല്ലേ, അത് ഉപ്പിരി വയ്ക്കാൻ എടുക്കാൻ, ബാക്കി പകുതി പുളി വയ്ക്കാനാ ഇട്ട് ഉപയോഗിക്കാം. ഞാനേ ഇതാദ്യം കൊണ്ടുവച്ചിട്ടേ അത് വന്നെടുക്കാട്ടെ. ഞാൻ വരുമ്പോ എടുക്കാൻ വേണമെങ്കിൽ. അപ്പൊ നമ്മുടെ ചക്ക വെട്ടാന്ന് വെച്ചു. ആദ്യം നമ്മുടെ വിയറ്റ്നാമിൽ ഒന്ന് വെട്ടി ചുള പറിച്ച് വയ്ക്കട്ടെ. ഇത് 2 ചക്ക കാരണേ. നോക്കിയേ,
ഒരു കഷ്ണം എടുത്ത് വയ്ക്കാട്ടാ, ഒരു കഷ്ണം ഒന്നുകൂടി പഴുത്തോട്ടെ. മുളഞ്ഞാലൊക്കെ കുറവാട്ടാ. അപ്പം നോക്കിയേ, നമ്മൾ ചക്കയുടെ ചെറിയൊരു കഷ്ണം ചക്കയല്ല പറിച്ചത്. എന്നിട്ട് നോക്കിയാൽ പറിച്ചിട്ട് കഴിയുമ്പോൾ നോക്കിയാൽ കണ്ട പ്ലേറ്റിൽ നന്നായിട്ട് ചക്ക ഉണ്ടാവും. നല്ല തിക്കൻസ് ആയിട്ടാണ് ചക്ക ഉണ്ടാവുക. ഷായിട്ടേ, നമ്മുടെ വീട്ടിനാമേറില് ചക്ക വെട്ടി കഴിഞ്ഞപ്പോഴേ എനിക്ക് അവിടെ വെക്കാൻ തോന്നിയില്ല. ഷായിട്ടിന് കയ്യോടെ അതന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഞാൻ. വെട്ടിയ വഴുകി കഴിക്കുമ്പോഴുള്ള മാറ്റമുണ്ട്. പിന്നെ ചക്ക എന്ന് പറഞ്ഞ ഷായിട്ടിന് അത്ര ഇഷ്ടമാണ്. അപ്പൊ എനിക്കതേ പറിച്ചിട്ട് അപ്പൊ തന്നെ കൊണ്ടുകൊടുത്തില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട്, വിഷമം പോലെയാ. അയ്യോ ഷായിട്ട് പറമ്പിലുണ്ടല്ലോ എന്നുള്ളത്. ഇതൊക്കെ ഒറ്റ സെക്കൻഡിനുള്ളിൽ കഴിക്കാൻ ഉള്ളതാണല്ലോ. ഇത് കഴിച്ചു ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചു. ഇവിടെ വെച്ചാ കഴിച്ച ഷായിട്ട് നിന്ന് കഴിച്ചോട്ടാ. ഞാൻ പോട്ടെ, മറ്റേ ചക്ക നന്നാക്കിട്ടേ. സംസാരിക്കാൻ നേരില്ല. പിന്നെ അപ്പൊ നമുക്ക് ആ ചക്ക വെട്ടി നന്നാക്കണം. ഇനി നമ്മുടെ എന്താ പറയാ, ഇന്ന് ഞാൻ ചക്ക എരിശ്ശേരിയാണ് വെക്കണേ. ഇനി അത് വെട്ടട്ടെ. നമ്മൾ പൊളിഞ്ഞിട്ടുള്ള കാരണേ അതനുസരിച്ച് വേണം വെട്ടാനായിട്ട്. വീട്ടാമേറിലുമ്പോൾ നമുക്ക് മുളഞ്ഞാലുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഈ നാടൻ ചക്കയ്ക്ക് നന്നായിട്ട് മുളഞ്ഞാലുണ്ടാവും. അപ്പം ഇത്തിരി വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് പുരട്ടി കൊടുക്കണമല്ലോ. നല്ല ചക്കയാ. ചക്ക ഓരോ വട്ടം വെട്ടുമ്പോഴും തന്നെ വറക്കാൻ തോന്നും. അതാണ് കുഴപ്പം. കഴിഞ്ഞ വട്ടം ഇതേപോലെ വെട്ടിയപ്പോൾ വേഗം വറുത്തെടുത്തു. സമയം കിട്ടുകയാണെങ്കിൽ രാത്രിയിൽ അങ്ങ് നിന്ന് വറുത്തെടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും ചക്ക നമ്മളിതാ പറിച്ചെടുത്തു. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കുക, ചക്ക അരിയായിരിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി അടുത്തത്. അപ്പം നമ്മുടെ എലിശ്ശേരിയിലേക്ക് ഈ ചക്ക നുറുക്കണത് അതേപോലെ കേട്ടാ. അപ്പം നമ്മളിതാ നന്നാക്കിയ ചക്ക കഴുകി ഇതാ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മളിതാ മുളക് പൊടിക്ക് പ്രാധാന്യം കുറവാണ്. കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില കേട്ടോ. കറിവേപ്പില ഇത്തിരി കൂടുതലിട്ടോ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചക്കയുടെ വേവിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്തിരി കൂടി വെള്ളം ഒഴിക്കാം. അപ്പോൾ ചക്ക ഒന്ന് അത്യാവശ്യം മുങ്ങി കിടക്കാവുന്ന രീതിയിൽ തന്നെ വെള്ളം ഇരുന്നോട്ടെ കേട്ടാ. കണ്ടോ, നമ്മളിങ്ങനെ അമർത്തുമ്പോൾ വെള്ളം വരുന്ന ഈ ഒരു രീതിയിൽ നമുക്ക് മൂടി വയ്ക്കാം. ഞാനേ വിറകടുപ്പിലാട്ടോ ചക്ക വേവിച്ചെടുക്കണേ. ഞാനേ അരി വെന്ത് കഴിഞ്ഞപ്പോൾ അതോടുകൂടി ചക്ക വേഗം നന്നാക്കി അറപ്പത് കേട്ടാന്ന് വിചാരിച്ചത്. പക്ഷെ ചക്ക നന്നാക്കി വന്നപ്പോൾ അരിക്കുള്ള തീയക്കും പോയി. അതായത് അരി വെന്ത് കുറെ കഴിഞ്ഞിട്ട് കേട്ടോ നമുക്ക് ചക്കയ്ക്ക് നന്നാക്കാൻ പറ്റിയ. അപ്പം ഞാൻ ആദ്യം കൂടി വീണ്ടും കത്തിച്ച് പിടിപ്പിക്കണം. നല്ല വേഗത്തിലേക്ക് നമ്മളെ തീ കത്തി പിടിക്കിട്ടാ, നല്ല സുഖം കത്തിക്കാൻ.
പുകയില്ലാത്ത അടുപ്പ് കത്തിക്കാൻ നല്ല സുഖമായിട്ട്. നമ്മളിപ്പോൾ എന്താ പറയുക, എന്നും നമ്മളീ പുകയില്ലാത്ത അടുപ്പ് കത്തിക്കും. ഒരു പുകയുടെ ശല്യം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടാ. അപ്പോൾ അവിടെ ചക്കൊടി വേവട്ടെ. നമ്മുടെ എന്താ പറയുക, ബ്രൊക്കോളി പിന്നെ നമുക്ക് അടുത്തേക്ക് വയ്ക്കാം. അവിടെ ഗ്യാസ് നമ്മുടെ എരിശ്ശേരിക്ക് നാളികേരം വേണം. അപ്പോൾ ഇതാ ഒരു മുറി നാളികേരം ചെരുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി പച്ചമുളക്, ഇതാ കുറച്ചുള്ളി, പിന്നെ ഇതാ 1 ടീസ്പൂണോളം ജീരകം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരിഞ്ഞ് പോവരുത്, നന്നായിട്ട് ചതയാനാ പാടുള്ളൂ കേട്ടോ. കണ്ടോ, ഇതേപോലെ ഇതേ ഇങ്ങനെ ചതയാനാ പാടുള്ളൂ കേട്ടോ. ബ്രോക്കോളി വയ്ക്കാൻ ഇതാ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടെ വന്നപ്പോൾ ഉള്ളി, പച്ചമുളക്, അതേപോലെ തന്നെ ഇഞ്ചിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വാടാനും നിൽക്കില്ല. ഒപ്പം തന്നെ നമ്മൾ അതിലിതാ നമ്മൾ അരിഞ്ഞ് വെച്ച ഇലയും തണ്ടും എല്ലാം കൂടിയിട്ടുള്ളത് ഒരുമിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. ആവശ്യത്തിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. ഇങ്ങനെ തന്നെ തുറന്ന് വെച്ച് വാട്ടിയെടുക്കാട്ടോ ചെയ്യാം. നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു കോഴിമുട്ട ഒഴിക്കും. അതേപോലെ തന്നെ അത് നന്നായിട്ട് കൊത്തി പൊരിച്ച് ഇറക്കണോട് കൂടിയിട്ട് തന്നെ നമ്മൾ തുണ്ട് കുരുമുളക് പൊടി കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രൊക്കോളിയും തോരൻ റെഡി ആയിട്ടാണ്. നമുക്കുണ്ടല്ലോ അതാ ചക്ക വെന്തോ നോക്കാട്ടോ. അത് നല്ല വെന്ത് നല്ല പാകമായിട്ടുണ്ട് കണ്ടോ. മറ്റേ എരിച്ചിരിക്കുമ്പോഴേ ചക്ക നന്നായിട്ട് വേവണം. ഇനി ഈ സമയത്ത് നമ്മുടെ നാളികേരം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് ഇറക്കി കൊടുക്കാം. അപ്പം നല്ല എന്താ പറയുക, അഴവും പാടില്ല, എന്നാൽ നല്ല കട്ടിയും പാടില്ല. ഇത് കണ്ടോ, ഇതേപോലെ ഇരിക്കണം, ഒരു കുഴപ്പഴാന്നുള്ള രീതിയിൽ കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. അപ്പം നമുക്കിത് ഇറക്കി വയ്ക്കാം. അപ്പം ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയെ പിടിക്കും. തീ നന്നായി കത്തുന്ന വേഗം തന്നെ ആവൂട്ടാ. നമുക്ക് എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഇല്ലാത്ത അടുപ്പ് സ്മൃതിക്ക് എങ്ങനെയാണ്. എനിക്കിത് നന്നായിട്ട് കത്തും, നല്ല സുഖമാണ്. ഞാനിപ്പോൾ ഇത് എത്രയും നാളായി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാ ചെറുതായിട്ട് തലയ്ക്ക് വന്ന് തുടങ്ങി. നമുക്കിത് ഇറക്കി ചീനിച്ചട്ടി അടുപ്പത്തായിട്ട് അപ്പം എൻ്റെ ഒരു ചീനിച്ചട്ടി കണ്ടോ, എൻ്റെ ഈ അടുപ്പുമ്പോൾ വയ്ക്കുന്ന ചീനിച്ചട്ടി കേട്ടാ. എനിക്ക് തറവാട്ടിന്ന്, അതായത് നമ്മുടെ തറവാട്ടിലായിരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ ആകെപ്പാട് ആവശ്യപ്പെട്ടത് അമ്മയുടെ അടുത്ത് ഈ ഒരു ചീനിച്ചട്ടി മാത്രമായിരുന്നു. വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിതാ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ട് കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ ഇതാ നന്നായി പൊട്ടി തുടങ്ങിയിട്ട് അപ്പം ഞങ്ങൾ 2-3 പച്ചമുളക് നല്ല മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ദശയോളം കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മളത് നേരെ കൊടുക്കാണ്. കൂടെ നമുക്ക് ഇതാ കുറച്ചും കൂടി ഇതിട്ട് ചക്ക ഇട്ട് കൊടുത്ത് ഇത്രേ ഉള്ളൂ. നമ്മൾ ചക്കരി ചെയ്താ റെഡി ആയിട്ടാണ്. പിന്നെ നമ്മൾ നാളികേരം ചതിക്കുന്ന സമയത്ത് നമ്മൾ പച്ചമുളക് ഇട്ടു. അതിൽ കുരുമുളക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാട്ടോ. താളിക്കുന്നതിൻ്റെ അപ്പോൾ കുറച്ച് നാളികേരം കൂടി വറുത്തിട്ട് ഇതിൽ ഇടാണെങ്കിൽ വറുത്തരിശ്ശേരി എന്ന് പറയും. അതല്ലെങ്കിൽ ഇത് സാധാരണ ചക്കരിശ്ശേരി കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ പറമ്പിലേക്ക് പോകുന്നു കേട്ടോ. നമുക്ക് കാറ്റ് പറിക്കാറായിട്ടുണ്ട്. പറിക്കാറായെന്ന് പറഞ്ഞാൽ നമ്മളെ ഇടയ്ക്ക് കറി വയ്ക്കാനൊക്കെ ആവശ്യത്തിന് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പറിക്കാറുണ്ട്. അപ്പം ഇന്ന് എല്ലാതും ഒന്ന് പറിക്കണമെന്ന് വെച്ചിട്ട് വന്നോണേ. അപ്പം നമ്മുടെ ക്യാരറ്റ്, അപ്പോൾ ക്യാരറ്റ് നമുക്ക് ഉണ്ടായി കിട്ടാറുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ വീട്ടിലത്തെ പറമ്പിൽ ക്യാരറ്റ് വെച്ചിട്ട് നമ്മൾ രാവിലെയൊക്കെ ഓരോ തോരൻ വയ്ക്കാനും ഒക്കെ ആയിട്ട് മെഴുക്കുപുട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറിക്കുമ്പോൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതേപോലെ ഇതിൻ്റെ കടക്കിലുണ്ട് കേട്ടോ. ഞാൻ കാട്ടി തരാം. ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നമുക്ക് മണ്ണൊന്നും നീക്കി നോക്കാം, പറയാം. കണ്ടോ, ഉണ്ട്. അപ്പോൾ കണ്ടോ, നമുക്ക് എന്തെങ്കിലും കൈക്കോട്ട് വേണം പറിക്കാനായിട്ട്. കാരണം ഒന്നാമത് വേനലായ കാരണേ നമുക്കിത് കൂടുതൽ നനച്ചിടാൻ പറ്റില്ല. അപ്പോൾ ചെയ്യും, കാരണം പറിക്കേണ്ട ഒരു ടൈം ആയി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നന കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മണ്ണ് ഇങ്ങനെ ഉറച്ചോണല്ലേ ഇരിക്കണേ. അപ്പോൾ കൈക്കോട്ട് തന്നെ വേണം, നമുക്ക് പറിക്കാട്ടാ.
നോക്കിയേ കാറ്റിൻ്റെ ഭംഗി കണ്ടോ, ഇത്ര നീള കണ്ടോ കാറ്റ് കണ്ടോ ദേ. അപ്പം നമ്മുടെ അവിടെ ഇപ്പോൾ ക്യാരറ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ അവിടെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ ഇതേപോലെ ക്യാരറ്റ് എന്താ പറയുക നമ്മൾ നട്ടുണ്ടാക്കാറുണ്ട്. പിന്നെ ഇത് ശരിക്കും മഞ്ഞുകാല കൃഷിയാണ്. ഇതിൻ്റെ ശരിക്കുള്ള ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു 3 മാസങ്ങളുള്ളിലാണ് ഇത് വിളവെടുക്കുക. പക്ഷെ നമ്മൾ പറഞ്ഞാൽ ഡിസംബർ അവസാനമാണ് നമുക്കിത് വെച്ചിട്ടുള്ളത്. എന്നിട്ടും കണ്ടോ ഇതേപോലെ നമ്മളെപ്പോഴും ഓരോ പരീക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതാ ഇവിടെ നമ്മളിതേ കയറ്റതേ നട്ടു കൊടുത്തിട്ടുണ്ട്. ദേ കണ്ടോ, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കയറ്റതേ കുഞ്ഞീതാണ് കാട്ടിയത്. ഇപ്പോൾ കണ്ടോ നട്ടു കൊടുത്തിട്ടുണ്ട്. വെറുതെ നോക്കി നോക്കാമല്ലോ ഏത് കാലാവസ്ഥയിൽ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് നട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളിയല്ലേ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പറിക്കാം. ഉണ്ടോ ഉണ്ടോ എന്ത് സന്തോഷം തോന്നണേ ഇല്ലേ? എല്ലാവരും ശ്രമിച്ചു വയ്ക്കുള്ളൂ കേട്ടോ സ്ഥലം ഉണ്ടെങ്കിൽ. നോക്കിയേ കണ്ടോ എന്ത് രസമല്ലേ? വേരും നമുക്ക് കാറ്റ് പഠിക്കുമ്പോൾ നമ്മൾ വേരൊന്നും കണ്ടിട്ടില്ലല്ലോ. കണ്ടോ നമ്മുടെ അവിടുത്തെ ആകുമ്പോൾ നോക്കിയേ ഈ ഒരു കാറ്റിൻ്റെ വണ്ണം നോക്കിയേ കണ്ടോ എന്ത് വണ്ണം നോക്കിയേ. എൻ്റെ കൈയുടെ ഇതിൽ ഇങ്ങനെ ഇരിക്കട്ടെ അത്രയുണ്ട്. നോക്കിയേ കണ്ടോ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് നമ്മൾ പറിച്ചെടുത്തു. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തടത്തിൽ ഒരു 10-12 കടയാണ് നമ്മൾ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 12 കട വയ്ക്കുമ്പോൾ 4 പോലത്തെ തയ്യായ കാരണേ 3-4 തൈ വീതം നമ്മൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തിരി എണ്ണം കൂടുതൽ കിട്ടും ചെയ്യും. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിവിടെയും ഇങ്ങനെ വെച്ചു. അതേപോലെ തന്നെ കണ്ട കുഞ്ഞ് തയ്യൽ ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഒരു തൈ വയ്ക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ 4-5 തൈകൾ ഒരുമിച്ച് പിടിക്കും. ചിലതിൽ 2 തൈ ഒരുമിച്ച് പിടിക്കും. ചിലപ്പോൾ എല്ലാവരും ഒരുമിച്ച് പിടിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം നമുക്ക് തോരൻ വയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതെടുക്കും. ബാക്കിയുള്ളത് നിന്ന് കായ ഉണ്ടാവും. അങ്ങനെ ഇപ്പം എങ്ങനെയുണ്ട്? എന്ത് സന്തോഷമല്ലേ? ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെ എല്ലാ സാധനവും നമ്മളവിടെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ക്യാബേജ്, അതുപോലെ കോളിഫ്ലവർ, ബ്രോക്കോളി, ഇപ്പോൾ ബീട്രൂട്ട്, ഇപ്പോൾ ക്യാരറ്റ് കണ്ടോ എല്ലാം നമ്മളവിടെ ഉണ്ടാവും കേട്ടോ.
പിന്നെ അതേപോലെ തന്നെ കപ്പലണ്ടി നമ്മുടെ വീഡിയോ ഞാൻ മുന്നേ പറഞ്ഞ വീഡിയോ കാണുന്നവർക്ക് അറിയാട്ടെ, നമ്മളിതൊക്കെ നടണതൊക്കെ കാണിച്ചിട്ടുണ്ട്, കപ്പലണ്ടി വിളവെടുക്കണമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കപ്പലണ്ടി പറിക്കാനുണ്ട്, അങ്ങനെ എല്ലാം അതും നമ്മുടെ അവിടെ ഉണ്ടാവും. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ, ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത്രേ ഉള്ളൂ. ആയി കഴിഞ്ഞ് ഇതേപോലെ ഇരിക്കാനും പറ്റുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഞാൻ കൈ ഒന്ന് കഴുകട്ടെ, കാരണം നമുക്ക് പപ്പായും പൊട്ടിക്കാനുണ്ട്, അപ്പോൾ കയ്പക്കായും പൊട്ടിക്കാനുണ്ട്. കൈ കഴുകട്ടെടാ, എന്നിട്ട് വന്നിട്ട് പൊട്ടിക്കാം. ഇനി നമ്മുടെ പപ്പായ പൊട്ടിക്കാട്ടാ. പിന്നെ നമ്മുടെ ഈ പടവലം ഇതിപ്പോൾ കഴിഞ്ഞല്ലോ, നമ്മളിതിന് കളയാനുള്ളതാ. അപ്പോൾ നോക്കി പപ്പായ, ഇതുമത്തെ പപ്പായാണ് ഞാൻ പൊട്ടിച്ചിട്ട് നടുവൊക്കെ മുറിച്ചിട്ട് കാട്ടിയത് കുരു കുറവായിട്ട് നിറച്ച് മാംസലായിട്ട്. അപ്പോൾ ആ പപ്പായട്ടത് ഇത് നന്നായി വലുതാവും ചെയ്യും. അന്ന് ഞാൻ ചെറുതായിരുന്നു അതിന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റ് കണ്ടോ, എന്ത് ഭംഗിയല്ലേ. പപ്പായ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ കയ്പ്പയ്ക്ക പൊട്ടിക്കാൻ പോവാം. അപ്പം നമ്മുടെ കയ്പ്പയ്ക്ക ഒരു വീഡിയോയിൽ ഞാൻ കാട്ടി തന്നില്ലേ, കയ്പ്പയ്ക്ക കുറേ കയ്പ്പയ്ക്കായ പൊട്ടിച്ചത്. ഇതിന് അതിന് ശേഷം 3-4 വട്ടം ഞാൻ പൊട്ടിക്കൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് 2 ഉണ്ട്. അതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ഈ കയ്പ്പയ്ക്ക് അയ്യോ ഇതായിട്ടില്ല, ഇത് വയ്ക്കാം. കാണുമ്പോഴേ ആയ പോലെ തോന്നി. അപ്പം ഈ ഒരാളെ പൊട്ടിച്ചാൽ മതി, പിന്നെ ഒരെണ്ണം അപ്പുറത്തുണ്ട്, അതുകൊണ്ട് പൊട്ടിക്കാം. ഈ കയ്പ്പയ്ക്കില്ലേ തീരെ കണുപ്പില്ലാത്ത പോലെ തോന്നുന്നു എനിക്ക്. കണുപ്പുണ്ട്, പക്ഷെ സാധാരണ കയ്പ്പ കഴിക്കാനും വിട്ടിട്ട് ഭയങ്കര കണുപ്പ് കുറവാണ്. വെറുതെ നമുക്ക് കറി കഴിക്കാം. അപ്പോൾ 2 കയ്പ്പക്കായിട്ട് പൊട്ടിക്കണേ. അപ്പം നമുക്ക് വീട്ടിൽ പോവാം. അതുകൊണ്ട് നമ്മുടെ ക്യാരറ്റും പപ്പായൊക്കെ എടുത്ത് അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോവാം. അപ്പം നമ്മളിതാ വീട്ടിൽ നമ്മൾ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സുഖമായിട്ടാണ് പറിച്ചെടുക്കാനായിട്ട്, കാരണം അവിടുത്തെ മണ്ണ് പോലെയല്ല, ഇവിടുത്തെ മണ്ണ് ഒത്തിരി കൂടി നല്ല പൊടി മണ്ണാട്ടോ. അപ്പം ഞാൻ അത് പറിച്ചെടുക്കാം. നമുക്ക് ഈ നമ്മുടെ വീട്ടിലത്തെ പറമ്പിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് പറിച്ചിട്ട് ഇതാ കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിർത്തിയും ചീഞ്ഞിപ്പോൾ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഇതാ കടയ്ക്ക് കാണുമ്പോൾ കണ്ടോ, ഇതേ ഇപ്പുറത്തേലും കണ്ട, അങ്ങനെ എല്ലാത്തിലും കടക്കിലുണ്ട്. അതെ, അപ്പോൾ ഇതൊക്കെ പറിച്ചെടുക്കാം നമുക്ക്. പിന്നെ നമ്മുടെ നോക്കിയേ, നമ്മുടെ കോഴികൾക്കൂടെ കള ചീരയായിട്ട് നിൽക്കണത്. കാരണം നമ്മുടെ ചീരയ്ക്ക് അരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ കതിര് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ നല്ല സ്ട്രോങ് കടകൾ നിർത്തിയിട്ട് ബാക്കി എല്ലാം നമ്മൾ കോഴികൾക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ അവർക്കുള്ളതാ. അതിങ്ങനെ ഓരോ ദിവസമായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണ കാരണം ഇങ്ങനെ നിർത്തിയിട്ടുള്ളതാ. നോക്കിയേ കണ്ടോ, നോക്കിയേ. കണ്ടോ, ഇനി നമുക്ക് കുറച്ച് ചീര അരിയണം. ഇന്ന് നമ്മുടെ കസിൻസിന് കൊടുക്കാനായിട്ടാണ് ഇന്നത്തെ അരിയണത്.
അപ്പോൾ ഇത് നമ്മൾ നട്ടതും പിന്നെ തന്നെ മുളച്ചതും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് അരിയേ. ഇനി നമുക്ക് അവിടെ നിന്ന് അരിയാം. ചീര പിന്നെ നടന്നരിയേണ്ട കാരണേ ഓരോ ഭാഗത്തുനിന്ന് അരിഞ്ഞു കഴിഞ്ഞ് പിന്നെ വേറൊരു ഭാഗത്തായിരിക്കും കാണാതെ പോലെ. അതേ നമുക്ക് നോക്കിയേ എന്തൊരു ചദ്യന്ന് അറിയോ നമ്മുടെ തത്തകൾ നമ്മളോട് ചെയ്യണത്. തത്തകൾക്ക് പക്ഷെ നമ്മൾ ഇതേപോലെ പഴമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നോക്കി അവർ നോക്കി ഒരു കട എന്ത് ഭംഗിയായിരുന്നു പറയും. മുളക് നിൽക്കാനായിട്ട് നമുക്ക് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നോക്കിയേ അവരൊരു ഇരിപ്പിൽ വന്നിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് മുഴുവൻ എന്തൊരു ചതി അവർ ചെയ്യണേന്ന് നോക്കിയേ. വെറുതെ കടിക്കുക ഇടുക, കടിക്കുക ഇടുക, കടിക്കുക ഇടുക. നമ്മുടെ ഈ വെള്ളച്ചൂനിനാണെങ്കിലോ തന്നെ മുളച്ച് വന്നിട്ടുള്ളൊരു തയ്യ നമ്മളിവിടെ നട്ടു കൊടുത്തിട്ട് നോക്കിയേ. മറ്റേ കാന്താരി, കുഞ്ഞി കാന്താരി ഇതുമിക്കൊന്നും അവർ നോക്കണില്ല കേട്ടാ. പക്ഷെ എന്താണാവോ വെള്ള കാന്താരിമിക്ക് മാത്രം എത്ര നോട്ടം വരണേ. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് അരിങ്ങ് കെട്ടണം. നമ്മുടെ അവിടെ അറ്റത്ത് നിൽക്കുന്ന ഭാസ്കര മുളകല്ലേ, അവിടെ നമ്മൾ അരിങ്ങ് കെട്ടിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അവർ വന്നിട്ട് ഇടയ്ക്ക് കഴിക്കുന്നുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ ഇങ്ങനെ ഇവിടെ കൂടെ ഒന്ന് കെട്ടണം എന്ന് വെച്ചിട്ടുണ്ടെന്ന്. ഏറ്റവും പ്രത്യേകത എന്താണെന്നറിയോ, നമ്മുടെ ഒരു സുന്ദരി ചീര നോക്കിയേ ഹൈറ്റ്. ഈ സുന്ദരി ചീരയെ തന്നെ മുളച്ച് തയ്യകളാട്ടെ. നമ്മളവിടെ തന്നെ മുളയ്ക്കണ ഒരാളുടെ കൂടുതലേ നോക്കിയേ ഭംഗി. തന്നെ മുളച്ച് ഇത്രയും ഹൈറ്റില്ലേ. ഞാനത് അരിഞ്ഞില്ല കാരണം ഇതിങ്ങനെ നിൽക്കട്ടെ, നല്ല സ്ട്രോങ് വിത്തുകൾ ഉണ്ടായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പം ഇതാ ഇത്രയും ചീര നമ്മൾ അരിഞ്ഞു കൂട്ടാ. അപ്പം ഇനി ഇതിപ്പോൾ തന്നെ അവരിപ്പോൾ എത്താന്ന് വേണ്ട ഇപ്പം എന്നെ കൊടുത്തു വിടട്ടെ. ഷായിട്ട് ഇവിടെ കളയ്ക്കുന്നുണ്ട്. ആ കളയ്ക്കുന്ന വിശേഷം ഞാൻ പറയാം. അതിന് മുന്നായിട്ട് ചോളം നടാനുണ്ട് നമുക്ക്. കണ്ട ഇപ്പോൾ ദമ്മോളം വന്നിട്ടുള്ള ചോളാനാണ് നമ്മൾ നടാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണെങ്കിൽ നമ്മൾ കോഴിക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചോളം മേടിക്കുക. ഇങ്ങനെയുള്ള ഈ ചോളാമണിയിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മളത് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വെള്ളത്തിലിട്ട് വയ്ക്കും. പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം ഊറ്റി കളഞ്ഞ് വയ്ക്കും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നട്ടു കൊടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതേപോലെ മുന്നേ നട്ടിട്ടുള്ളതാണ് ഈ മുളച്ച് നിൽക്കുന്നത്. നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ തുരപ്പന്മാരുടെ ഒരു ശല്യമുണ്ട്. അപ്പോൾ അത് കാരണം അവരിതാ നമ്മൾ നട്ടു പോവും. മുള വരുമ്പോഴേക്കും അവരിതാ കടയ്ക്ക് ഇങ്ങനെ പറിച്ചിടും. എന്നിട്ട് നമ്മൾ വീണ്ടും നടും. അങ്ങനെ നമ്മൾ നമ്മൾ തോട്ട് കൊടുക്കില്ലല്ലോ, നമ്മളിങ്ങനെ നട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാ ഇവിടെ നട്ടു കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഈ ഒരു ചാലെന്ന് പറയണത് നമ്മൾ എന്താ പറയുക മണ്ണൊക്കെ നന്നായി കൊത്തിളക്കി എന്താ പറയുക കുമ്മായൊക്കെ ഇട്ട് നന്നായി കൊത്തിളക്കി ഒരാഴ്ച ഇട്ട സ്ഥലമാണിത്. അത് കഴിഞ്ഞ് നമ്മൾ നടണേൻ്റെ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമോ നമ്മൾ എന്ത് ചെയ്യും, വേപ്പിമണ്ണാക്കും ചാണപ്പൊടിയും എല്ലുപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി കൊത്തിളക്കും. അപ്പോൾ അതെനിക്ക് ഷായിട്ട് ഇപ്പോൾ കൊത്തിളക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് കേട്ടോ നമ്മൾ നട്ടു കൊടുക്കുന്നത്. ഇനി ഒരു വടി എടുക്കട്ടെ. അങ്ങനൊരു വടി ഉണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് താത്തി കൊടുക്കുക, അരിക്കിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണെങ്കിലേ
ഒരു 1.5 അടി അകലത്തിലായിട്ട് നമ്മൾ വെക്കുക. അപ്പം ഇങ്ങനെ ആകുമ്പോൾ എന്നിട്ടാണെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഇത് മുകളിലേക്ക് മുള വന്നിട്ടുണ്ട്. ഇങ്ങനെ മുളച്ചിട്ടിടുമ്പോഴേ പെട്ടെന്ന് തന്നെ മുള വരാൻ സുഖം. ഇത്രയും ചെയ്യണ്ട, കുറേ താത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ളതുണ്ട് അത് നമ്മൾ അവിടുത്തെ പറമ്പിലേക്ക് കൊണ്ടുപോയിട്ട് നടണം. അവിടെ ഇതേപോലെ ശരിയാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ ആയിട്ടിന് അവിടെ കളയ്ക്കേണ്ട കാരണം ഞാൻ പറയാം കേട്ടോ. കളയ്ക്കേണ്ട കാരണമല്ല, കളയുടെ പ്രത്യേകത എന്താണെന്നുള്ളത്. ഇപ്പം നോക്കിയേ, നമ്മൾ കളയ്ക്കുമ്പോൾ ഈ മേൽമണ്ണ് കണ്ട, മേൽമണ്ണ് അടിയിൽ പോവും, അടിയിലത്തെ മണ്ണ് മുകളിലേക്ക് ആക്കി എടുക്കും. അതാണ് ചെയ്യുക. അപ്പോൾ അതേ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നട്ട് കഴിഞ്ഞാൽ ആ മണ്ണിനെ തന്നെ കളച്ച് വെറുതെ വെച്ചിട്ട് കാര്യമില്ല. അത് കളച്ച് അടിയിലേക്ക് ആ മണ്ണ് പോയിട്ട് അടിയിലത്തെ മണ്ണ് മുകളിലേക്ക് വരണം. അപ്പോഴാണ് നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല വളർച്ച വരിക. അപ്പോൾ അതായത് എപ്പോഴും പുതിയ പുതിയ മണ്ണ് കിട്ടുന്ന പോലെ തോന്നും ചെടികൾക്ക്. നമ്മൾ ഈ സ്ഥലമല്ലേ നമ്മുടെ ക്യാരറ്റ് നിന്നിരുന്ന സ്ഥലമാണ്. അതായത് 1-2 എണ്ണൊക്കെ ഉണ്ട് ഇവിടെ കളച്ചപ്പോൾ. ചെറിയ ചെറിയ പൊടികൾ. അയ്യോ, അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെയാ. ഇവിടുത്തെ കയറ്റ് പറിക്കൽ നമ്മൾ കാട്ടിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിന് മുന്നേ പറിച്ചെടുത്തിട്ടുള്ള സ്ഥലം ഇവിടുത്തെ. ഇതെന്ന് വെച്ചാലേ നമ്മളിപ്പോൾ ഈ മേൽമണ്ണ് ശരിക്കും സ്മിത പറഞ്ഞോണം, മേൽമണ്ണൊക്കെ ശരിക്കും അടിയിലേക്ക് പോകും. നമ്മൾ ഈ കൊത്തി ഇളക്കുമ്പോൾ നോക്കിയാൽ കാണാം. നോക്കിയേ കളയ്ക്കുമ്പോൾ വേണ്ട ഈ മണ്ണ് അടിയിലത്തെ മണ്ണ് മുകളിലേക്ക് വന്നു. ഇങ്ങനെ ആകുമ്പോൾ തിട്ടാണെങ്കിൽ നമ്മുടെ പറയും നമുക്ക് വെക്കണേ, നമ്മൾ എന്തെങ്കിലും നടുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വിളവ് കിട്ടണതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു മണ്ണിളക്കാണ്. വേണ്ട ഇവിടുത്തെ മണ്ണിളക്കം നോക്കിയേ, ഇത്രയില്ലേ ഈ ഗ്യാസ് താന്നു പോയി. അത്ര രസമായിട്ടുള്ള മണ്ണായി മാറിയത്. അപ്പോൾ ഈ ഇതിൽ നമ്മുടെ വിളവിൻ്റെ, അതായത് നമ്മൾ പച്ചക്കറി വില നടല്ലോ, അപ്പോൾ അതിൽ 80% ഈ മണ്ണിളക്കത്തിൽ കഴിഞ്ഞു. ബാക്കിയുള്ളതാണ് 100%. ബാക്കിയുള്ളതാണ് നമ്മുടെ നനി പിന്നീട് നമ്മൾ നോക്കണ കാര്യങ്ങൾ വരുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ ഇനി കുമ്മായി ഇട്ടിട്ട് ഒരാഴ്ച ഇടും. ഇത് കുമ്മായം വിതറി ഒന്ന് കൊത്തിയിളക്കി ഒരാഴ്ച കിടക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ നടുമ്പോൾ എല്ലുപൊടി, സ്മിത നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് പിന്നെ വയ്ക്കുക. അപ്പോൾ ഈ പറഞ്ഞോണം ഒരുവിധം 3/4 ഭാഗം ആ ചെടികൾക്ക് കിട്ടേണ്ടത് കഴിഞ്ഞു. പിന്നെ അവിടെ നമ്മൾ നോക്കിയാൽ മതി. പിന്നെ നോക്കിയാൽ മതി. നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദിവസം വരണം കേട്ടോ. ദിവസം വന്ന് നോക്കണം. വെറുതെ ജസ്റ്റ് അവിടെ തൊട്ടയിലും പോയാൽ മതി. അതായത് പിള്ളേരെ നോക്കണ മാതിരി നോക്കണം. അപ്പൊ ഞാൻ കുമ്മായ കൊണ്ടുവരട്ടെ ചേട്ടാ. കുമ്മായ ഇട്ടോ, അത് കഴിഞ്ഞു എൻ്റെ റയില്. ഇത് ബാക്കിൽ നമുക്ക് ഞങ്ങോട്ട് കൊണ്ടുപോവല്ലേ? ആ, അവിടെ ആക്കിയിട്ടുണ്ടേ. ഇത്തലേ നീറ്റായിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, അയ്യോ ഒന്ന് ആയിട്ടുണ്ട്. നമ്മളെ ഇത്തല് മേടിച്ചിട്ടേ ചെറുതായിട്ട് നമുക്കൊരു പച്ചവെള്ളം വെറുതെ തുളിച്ചു കൊടുക്കും. അപ്പോൾ അത് തന്നെ ഇങ്ങനെ പൊടിയായിട്ട് മാറും. ഭയങ്കര ഇതാട്ടോ, കുമ്മായല്ലേ, പൊടി കൂടുതലുണ്ടാവും. ചെടി ഇടട്ടെ? കഴിഞ്ഞു. ഇടയിൽ കഴിഞ്ഞല്ലേ? ഞാൻ ആ നേരം കൊണ്ട് വെള്ളം കുടിക്കാൻ പോയി.
ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് കൊത്തിളക്കിയിടും. ഈ ചീരകില്ലേ നമ്മുടെ കഴിഞ്ഞതാട്ടാ, ഇതിപ്പം ഇനി ഇതേമാതിരി ആക്കാനുള്ളതാ. ചേട്ടാ ഇതൊന്ന് പതുക്കാനൊന്ന് ഇതിങ്ങനെ ആക്കിയിട്ടാൽ മതി. ഇതിപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനെ കൊത്തിളക്കിടും, നാളെയും ഇതേപോലെ തന്നെ ഒന്നും കൂടി കൊത്തിളക്കിടും കേട്ടാ, ഒന്ന് മണ്ണൊന്നും മറയാനായിട്ട് ഒന്നുകൂടി. നമുക്ക് ക്യാരറ്റൊക്കെ ഞാനിപ്പോൾ അവിടുത്തെ പറമ്പിലൊക്കെ നമ്മൾ പറിക്കുമ്പോൾ അതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മളവിടുത്തെ മണ്ണിലൊക്കെ ക്യാരറ്റ് നട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഉണ്ടായി കിട്ടാൻ. പക്ഷേ നമ്മൾ ഇതേപോലെ മണ്ണൊക്കെ നന്നായിട്ട് കൊത്തി പൊടിച്ചിരുന്ന കാരണമാണ് നമുക്കതൊക്കെ അങ്ങനെ ഉണ്ടായി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് മണ്ണ് ഒരുക്കുന്നൊക്കെ. ഇതാണ് എങ്ങനെയാണ് നമ്മൾ മണ്ണ് ഒരുക്കിടുക. നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ പക്ഷേ ചെയ്യണതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ പുതിയത് വരുന്നവർക്കായിരിക്കാം പെട്ടെന്ന് അത് അറിയാണ്ട് പോണത്. വേണ്ട ഇവിടെ എന്ത് കൈക്കോട്ട് വെറുതെ ഇങ്ങനെ ഒരു തീരെ ബുദ്ധിമുട്ടില്ല നമുക്ക് ആക്കാനായിട്ട്. വെച്ചടക്കേണ്ട താമസമുള്ള കൈക്കോട്ട് ഇങ്ങനെ ഇറങ്ങി പോകണം നമുക്ക് കാണാം. അപ്പോൾ ഇപ്പം എങ്ങനെയാണെങ്കിൽ നല്ല പുതിയ മണ്ണടിച്ച പോലെയായി. ഇത് വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ നല്ല നനയും കിട്ടിയാൽ മതി അവർക്ക്. കളപ്പുല്ലില്ലാണ്ട് നോക്കുക. കളപ്പുല്ലൊക്കെ വന്നു കഴിഞ്ഞാലേ നമ്മുടെ ചെടി ഇതിനേക്കാളും വളർച്ച പുല്ലിനായിരിക്കും. അതുകൊണ്ട് കളപ്പുല്ല് എപ്പോഴും നിർത്താതെ ഇരിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഉറപ്പായിട്ടും കിട്ടും വിളവ്. ഇനി അടുത്തൊരു ദിവസം ഒരു മറിച്ചില്ല ഒന്നും കൂടി ചെയ്യും. അപ്പം ഇനി ഇത് നടുന്നത് ഇനി അടുത്ത ദിവസം കാണിക്കാം. ചേട്ടേ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. കുളിച്ച് ചെന്നത്തെ പരിപാടി കഴിഞ്ഞു എൻ്റെ. ഇനി നമുക്ക് റൂട്ടായി. ചേട്ടാ പണി സ്ഥലത്തെ കാര്യങ്ങൾ കേട്ട് പോവും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാണങ്ങൾ നമ്മൾ പറമ്പിൽ നിന്ന് വേണ്ട നിങ്ങൾ നോക്കി കൂട്ടാ. പിന്നെ നമ്മുടെ കല്യാണി കുട്ടിയുള്ള കാരണം ചെക്കന്മാർക്ക് ഒരു മിനിറ്റ് വെറുതെ നിൽക്കാൻ പറ്റില്ല. അവളുടെ കുസൃതി പണികളൊക്കെ ആയിട്ട് ഒരാളുടെ മേലിൽ നിന്ന് ചാടി നമ്മുടെ കല്യാണി കുട്ടി അവിടെ നടക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ആ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടാ. ചക്കരിശ്ശേരി ചെയ്യാനേ ചോറ് കുറവെടുത്തിട്ടുള്ളൂ. ശരിക്കും ചോറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? ഷായിട്ട് ചോറ് വേണ്ട, എനിക്ക് ചക്കരിശ്ശേരി മാത്രമേ എന്ന് പറയായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇത്തിരി ചോറുണ്ട് ഷേട്ടാന്ന് പറഞ്ഞിട്ട് എടുത്തത്. പിന്നെ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇട്ടാ. ക്യാരറ്റ് ജ്യൂസ് ഞാൻ അടിച്ചിട്ടുള്ളത് വെറുതെ ക്യാരറ്റും അതിൽ കുറച്ച് നമ്മുടെ പുതിനയിലും ഇഞ്ചിയും കൂടി ഇട്ടിട്ടാ അടിച്ചിട്ടുള്ളത്. ഭയങ്കര രസമാണ് അത് കഴിക്കാനായിട്ട്. ശരിക്കും ഇതും ഈ ഉപ്പേരിയും കൂടി ഉണ്ടായ അടിപൊളിയായി. പിന്നെ നമ്മുടെ ക്യാരറ്റിന് ചെയ്യാറേ എന്തോരം വേണമെങ്കിൽ കഴിക്കാം. ശരിക്കും ഇതൊരു രസമാട്ടാ. ശരിക്കും ഇതിൽ വേറെ ഒന്നുമില്ല, മധുരം ഇതിലൊന്നുമില്ല. ഇപ്പം നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്